നമുക്ക് പെട്ടെന്നൊന്ന് വയനാട്ടിലേക്ക് പോകാം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിരിക്കാണ്. ഇനി 24 മിനിറ്റ് മാത്രമേ പോളിംഗ് ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരം അനുസരിച്ച് വയനാട്ടിൽ ഇതുവരെ 62.23% പോളിംഗ്. കഴിഞ്ഞ തവണ 74.2% വയനാട്ടിലെ പോളിംഗ്. നമുക്ക് ഇത്തവണത്തെ ഒരു പ്രതീക്ഷകൾ അതെങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നോക്കാം. ദീപക് മോഹൻ, ഇനിയിപ്പോൾ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ബൂത്തുകളിലൊക്കെ നീണ്ട നിരയുണ്ട് എങ്കിൽ പോളിംഗ് ഉയരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ദീപക്? സുജിയ, ബൂത്തുകളിൽ നീണ്ട നിര ഇല്ല എന്ന് തന്നെ പറയാം. രാവിലെ 7 മണി 8 മണി വരെ ആളുകൾ കുറവായിരുന്നു. എന്നാൽ അതിനുശേഷം ആളുകൾ കൂടുതൽ വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വലിയ തോതിൽ ആളുകളുടെ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനെത്തുന്ന ആളുകൾ കുറവാണ്. ഇപ്പോൾ 62.39%. അതായത് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിന് ഇതേ സമയത്ത് 72 അടുത്ത സമയമായിരുന്നു. ഇനി ആകെ 30 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ പോകുകയാണെങ്കിൽ 68 മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം പോകില്ല എന്ന് തന്നെ വേണം കരുതാൻ. മാത്രമല്ല, മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ തോതിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഈ തിരുനെല്ലി ഭാഗത്ത് കിറ്റ് വിവാദം ഉണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാമത് വീണ്ടും തിരഞ്ഞെടുപ്പ് എത്തിയ ഒരു സവിശേഷതയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ആ ഒരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് എത്തില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇനി ആകെ കുറച്ച് സമയം മാത്രമുള്ളതാണ് വലിയ ഒരു പ്രതിസന്ധി. സുജയ, ഓക്കെ, ഞാനത് വി എസ് രഞ്ജിത്തിലേക്ക് കൂടി പോകുന്നു. വി എസ് രഞ്ജിത്ത്, നഗരമേഖലകളിലൊക്കെ ഈ 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും പോളിംഗിന്റെ കാര്യത്തിൽ ഒരു മന്ദഗതിയുണ്ടോ? കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയ പോളിംഗിന്റെ അടുത്തേക്ക് എത്താതിരിക്കാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത് ഇപ്പോൾ? സുജയ, നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ച സ്കൂളിൽ നിന്ന് ഇന്ന് തൊട്ടപ്പുറത്തുള്ള കൽപ്പറ്റയിലെ മറ്റൊരു സ്കൂളിലേക്ക് ഞാൻ വന്നതാണ്, SKMJ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക്. ഇവിടെയും സമാനമായ കാഴ്ചയാണ്. ഒരാൾ പോലും വോട്ട് ചെയ്യാൻ ഇവിടേക്ക് എത്തിയിട്ടില്ല. അതായത് ഈ അവസാന മണിക്കൂറിൽ, സാധാരണ നമ്മൾ പോളിംഗിലൊക്കെ അവസാനത്തെ ഒരു മണിക്കൂറെങ്കിലും ആളുകൾ കൂട്ടത്തോടുകൂടി ജോലി കഴിഞ്ഞെത്തുന്നവരും ഒന്ന് വെയിലാറിയ ശേഷം വരാമെന്ന് കരുതുന്നവരൊക്കെ വോട്ട് ചെയ്ത് പോകുന്ന സമയമാണ് ഒരു 4 മുതൽ 6 വരെയുള്ള സമയം. ആ സമയത്തും പോളിംഗ് ബൂത്തിൽ ആളില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇത്തവണ പോളിംഗ് വളരെ കുറയുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ്. എനിക്ക് തോന്നുന്നു ചേലക്കരയിലൊക്കെ 6 മണി കഴിഞ്ഞും പോളിംഗ് നീണ്ടുപോയേക്കാമെന്ന ആശങ്ക അവിടെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കാമെന്നുള്ളൊരു നിലയിലാണ്. എന്ന് പറഞ്ഞാൽ പ്രചാരണത്തിലുണ്ടായിരുന്ന ഒരു തണുപ്പൻ മട്ട് ഈ തെരഞ്ഞെടുപ്പിനെ പോലും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർ മുന്നണികൾ അതിനെ കാര്യമായി കണക്കാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല, വയനാടിനെ സംബന്ധിച്ച് ഇവിടുത്തെ അയൽ ജില്ലകളിൽ, അതായത് അയൽ സംസ്ഥാനങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ബാംഗ്ലൂരിൽ പോയി, മൈസൂരിൽ പോയി ജോലി ചെയ്യുന്നവരും ഗൂഡല്ലൂരിൽ പോയി ജോലി ചെയ്യുന്നവരും, അങ്ങനെയുള്ള ആളുകളൊക്കെ പോളിംഗിൽ എത്തിക്കാനുള്ളൊരു ശ്രമം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പ്രത്യേകിച്ച് ഉണ്ടാവാറുണ്ട്. അതൊന്നും ഇത്തവണ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രിയങ്ക ഗാന്ധി ഒരു ഈസി വോക്ക് ഓവർ പ്രതീക്ഷിക്കുന്നു എന്നതുകൊണ്ടായിരിക്കും. അതായത് രഞ്ജിത്തെ, നമ്മൾ സാധാരണ പറയുമല്ലോ, എന്തായാലും ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിലും ജയിക്കും, പിന്നെ എന്താ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ആലസ്യം വന്നിട്ടുണ്ടോ? അതാണോ ഈ പോളിംഗ് ശതമാനത്തിന്റെ ഒരു കുറവിന്റെ യഥാർത്ഥ കാരണം? തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയെ പോലൊരു വലിയ എലഗൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത് കളയാം എന്ന് കരുതി. ഇപ്പോൾ രാഹുൽ ഗാന്ധി 2019 എത്തിയപ്പോൾ പോളിംഗ് ശതമാനം കൂടിയിരുന്നു. 82% വയനാടിൻ്റെ പോളിംഗ്. എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ത്വര വോട്ടർമാരിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധി എത്തുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആവേശം കാണുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ വോട്ട് ചോർച്ചയുടെ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരോപിക്കാൻ 23-ാം തീയതി വരെ മാത്രമേ പറ്റുള്ളൂ. കാരണം UDF പറയും LDFിൻ്റെ വോട്ടുകളാണ് പോൾ ചെയ്യപ്പെടാതിരുന്നത്, BJPയുടെ വോട്ടുകളാണെന്ന് പറയാം, അല്ലെങ്കിൽ UDFിൻ്റെ വോട്ടുകളാണെന്ന് LDFിന് പറയാം. ഇതൊക്കെ 23-ാം തീയതി വരെ മാത്രമേ പറ്റൂ. ഏതായാലും കഴിഞ്ഞ തവണ BJP പോലും വലിയ നേട്ടമുണ്ടാക്കിയ മണ്ഡല വയനാട്. കാരണം നമുക്കറിയാം 75,000 വോട്ട് 1,40,000 BJP വോട്ട് ഉയർത്തി. അങ്ങനെയൊക്കെ BJPയും LDFും ഒക്കെ വോട്ട് ഉയർത്തിയ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ഒരു അല്പം നേരിയ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായെങ്കിൽ കൂടി രാഹുൽ ഗാന്ധി നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു മണ്ഡലത്തിൽ ഇത്തവണ 14 ലക്ഷം വോട്ടർമാരുണ്ട്. അതിൽ 10 ലക്ഷം പോലും പോൾ ചെയ്യപ്പെടുന്നില്ല എങ്കിൽ UDF അവകാശപ്പെടുന്ന 5 ലക്ഷം എന്നുള്ള അവകാശവാദം ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു VS ജോയിയൊക്കെ 4 ലക്ഷത്തിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. ആ അവകാശവാദം അതിന് എത്ര കണ്ട് കുറയുമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും 14 ലക്ഷം വോട്ടർമാർ ആകെയുണ്ട്. അതിലിപ്പോൾ 60%, 68% എന്നൊക്കെ പറയുന്നത് ഈ 10 ലക്ഷത്തിൽ താഴെയാണ് പോൾ ചെയ്യപ്പെടാൻ പോകുന്നത്.
പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 68% എത്തുമെങ്കിൽ, അവസാനം 6 മണിയാകുമ്പോഴേക്കും 68% എത്തുമെങ്കിൽ അത് തന്നെ ഒരു 9.5 ലക്ഷം 9 ലക്ഷത്തിലൊക്കെ നിൽക്കും. അതിൽ എത്ര വോട്ട് LDF, എത്ര വോട്ട് UDF നോക്കി ശരിക്കും ഈ കണക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. ഇനി 19 മിനിറ്റ് മാത്രമാണ് ഔദ്യോഗികമായി പോളിംഗ് അവസാനിക്കാൻ ബാക്കിയുള്ളത്. ചേലക്കരയിൽ നല്ല പോളിംഗിലേക്ക് പോകുമ്പോൾ വയനാട്ടിൽ എന്തുകൊണ്ടാണ് ഒരു മന്ദഗതിയിലേക്ക് ആളുകൾ പോകുന്നത്? ദുരന്തം ഉണ്ടായതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. ആളുകളുടെ മാനസികാവസ്ഥയെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം സ്വാധീനിച്ചിട്ടുണ്ടോ? വീണ്ടും വോട്ട് ചെയ്യാൻ പോകേണ്ടതില്ല എന്നവർ തീരുമാനിക്കുന്നതാണോ? എന്താണ് വോട്ട് ശതമാനത്തിലെ പോളിംഗ് ശതമാനത്തിലെ കുറവിന്റെ കാരണം? നോക്കാം.